ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഹ്യയിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, തൗറാത്തിൽ മുത്തുനബിയുടെ മഹത്വമുണ്ട്. വഖദ് വസഫല്ലാഹു തആല ഫി തൗറാത്തി ഖബ്ല യബ്അസഹു ഫി സത്രിൽ അവ്വൽ. തൗറാത്തിൽ അല്ലാഹു അവിടുത്തെ മഹത്വപ്പെടുത്തിയത് എങ്ങനെയാണ്? മുഹമ്മദ് റസൂലുള്ളാഹ് അബ്ദി, മുഹമ്മദ് നബി എന്റെ ദാസനാണ്. അൽ മുഖ്താർ, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ലാ ഫള്ളുൻ വലാ ഖലീലുൻ, ഗൗരവക്കാരനല്ല. വലാ സഖാബുൻ ഫിൽ അസ്വാഖ്, അങ്ങാടിയിലൂടെ അലിഞ്ഞു തിരിഞ്ഞ് വെറുതെ ഇങ്ങനെ നടക്കുന്നവരും അല്ല. വലാ യുജ്സി ബിസ്സയ്യഅത്തി സയ്യഅ, ഇങ്ങോട്ട് തിന്മ ചെയ്താലും അങ്ങോട്ട് തിന്മ കൊണ്ട് നേരിടുന്നവരല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വഖലാകി യഅഫു വയസ്ഫഹ്, അതിനെ മാപ്പ് നൽകുകയും തിരിഞ്ഞു കളയുകയും ചെയ്യുന്നവരാണ്. എന്ന് മാത്രമല്ല, തൗറാത്തിൽ മുഹമ്മദ് നബിയെ സംബന്ധിച്ച് ഉള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദുഹു ബിമക്ക, അവിടുത്തെ ജനനം മക്കയിലാണ്. വഹിജ്റതുഹു ബിതൗബ, അവിടുത്തെ ഹിജ്റ തൗബയിലാണ്. വമുൽകുഹു ബിശ്ശാം, അവിടുത്തെ അധികാരം ഷാമിലേക്ക് വരെ എത്തിച്ചേരും. യതസിറു അലാ വസതി ഹുവ വമൻ മഅഹു ദുആത്തുൽ ലിൽ ഖുർആൻ, അവർ മധ്യത്തിൽ അരയുടുപ്പ് ധരിക്കുന്നവരാണ്, ഖുർആനിലേക്ക് ക്ഷണിക്കുന്നവരാണ്. വൽ ഇൽം, വിജ്ഞാനത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്. യതവല്ലഹു അലാ തുറാഫി, അവരുടെ അവയവങ്ങൾ അംഗശുദ്ധീകരണം വരുത്തുന്നവരാണ്. വകദാലിക നഅതുഹു ഫിൽ ഇൻജീൽ, തൗറാത്തിൽ മാത്രമല്ല ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഇൻജീലിലും ഇപ്രകാരം തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണം എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇവിടുത്തെ സ്വഭാവങ്ങൾ അത് പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു